ഹായ് ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവ് എന്ന സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതി വന്നിരിക്കുകയാണ് അമ്മയുടെയും ദേവുവിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് സച്ചിയുടെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ദേവു അങ്ങോട്ട് പറയുകയാണ്, ആ ചേച്ചി വിചാരിക്കുന്ന കണക്കുള്ള ആളൊന്നുമല്ല സച്ചിയേട്ടൻ. സച്ചിയേട്ടൻ ഇന്നലെ ഒരു നല്ലൊരു ബക്കറ്റൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടുത്തെ ബക്കറ്റിന് ചോർച്ചയുണ്ടല്ലോ, അപ്പോൾ ജലം അമൂല്യമാണ്, പാഴാക്കി കളയരുതെന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ ബക്കറ്റും കൊണ്ട് വന്നത് എന്ന് പറയുമ്പോൾ രേവതി പറയണം, ബക്കറ്റോ, അതമ്മ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി പറയുകയാണ്, നീ വെറുതെ ഇരിക്ക് ദേവു, മോളെ ഒന്നുമില്ല മോളെ, നീയും നമ്മളൊന്നും വിചാരിക്കുന്നതൊക്കെയല്ല, സച്ചി നല്ലവനാ മോളെ. അവിടുത്തെ അച്ഛമ്മയും അച്ഛനും ഒക്കെ പറയുന്നത് വളരെ സത്യമുള്ള കാര്യമാണ്. എന്തായാലും തെറ്റ് ചെയ്താൽ അത് അംഗീകരിച്ചിട്ട് മാപ്പ് പറയുക എന്നുള്ളത് അത് വലിയൊരു കഴിവ് തന്നെയാണ്. അത് നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ അതിന് കഴിയൂ. സച്ചി മോൻ അങ്ങനെ ഒരു മനസ്സുണ്ട്, അതിൽ നിന്ന് തന്നെ അവൻ നല്ലവനാണെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മോള് ഒരു തഞ്ചത്തിനും പാകത്തിനും ഒക്കെ കൊണ്ടുപോയാൽ സച്ചിയെ മെരുക്കിയെടുക്കാൻ പറ്റും എന്നിങ്ങനെ ലക്ഷ്മി പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറയണം, മെരുക്കിയെടുക്കാൻ പറ്റും. അങ്ങേരുടെ സ്വഭാവം പലപ്പോഴും പലതാണ്, സ്ഥിരമായിട്ടൊരു സ്വഭാവം അങ്ങേർക്കില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങേരെ മനസ്സിലാക്കാനും പറ്റുന്നില്ല. ഇപ്പം നല്ല തണുത്ത സ്വഭാവമാണെന്ന് വെച്ചോ, കുറച്ച് കഴിയുമ്പോൾ ചൂടാവും. കുറേ സമയം മഞ്ഞിൻ്റെ തണുപ്പാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അഗ്നിയിലെ ചൂട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഉദാഹരണം പറയുകയാണ് നമ്മുടെ രേവതി. ഇങ്ങനെയുള്ള ഒരാളിനെ ഞാൻ എങ്ങനെയാണ് മെരുക്കിയെടുക്കേണ്ടത്? അങ്ങേർക്ക് സ്ഥിരമായിട്ടൊരു സ്വഭാവമില്ല, ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ദേഷ്യപ്പെടും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ദേവു പറയണേ, എൻ്റെ ചേച്ചി ആദ്യമേ വലിയ ഭാര്യയുടെ ഗർവവും കൊണ്ട് അങ്ങോട്ട് ചെല്ലാതെ ആദ്യം ചേട്ടൻ്റെ നല്ല ഫ്രണ്ടാവാൻ നോക്ക്. ഫ്രണ്ടായി കഴിഞ്ഞതിന് ശേഷം പിന്നീട് പതിയെ ഭാര്യയിലേക്ക് പോ. അങ്ങനെ ആകുമ്പോൾ ചേച്ചിക്ക് ചേട്ടനെ നന്നായിട്ട് പഠിക്കാൻ പറ്റും എന്ന് പറയുകയാണ്. അപ്പോൾ രേവതി പറയാണ്, നീ കൊള്ളാലോ ദേവു, നീ ഞാൻ വിചാരിച്ച പോലൊന്നും അല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രേവതി പറയണം, അമ്മേ എനിക്ക് എന്തായാലും മാഷിൻ്റെ വീട്ടിൽ പോകണം, എന്നിട്ട് അവിടുത്തെ മാഷിനോട് നേരിട്ട് കണ്ട് അദ്ദേഹം ചെയ്ത കാര്യത്തിന് എനിക്ക് മാപ്പ് പറയണം എന്ന് രേവതി പറയുകയാണ്. അപ്പോൾ ദേവുവും അമ്മയും പറയണം, ഞങ്ങളൊക്കെ കണ്ട് മാപ്പ് പറഞ്ഞതല്ലേ, ഇനി അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയണം, അത് പോരാ, എനിക്ക് നേരിട്ട് കാണണം എന്ന് പറയുകയാണ്. അങ്ങനെ അവർ 3 പേരും കൂടി ചെല്ലുകയാണ്. മാഷിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ മാഷിൻ്റെ ഭാര്യ ചെടി നനയ്ക്കുകയാണ്. അപ്പോൾ രേവതി കാണുമ്പോൾ തന്നെ മാഷിൻ്റെ ഭാര്യയ്ക്ക് മുഖമൊക്കെ കനക്കുകയാണ്. അപ്പോൾ രേവതി ചെന്നിട്ട് മാപ്പൊക്കെ പറയുകയാണ്. എന്നിട്ട് മാഷിനെ തിരക്കുകയാണ്. അപ്പോൾ അവർ പറയുകയാണ്, അദ്ദേഹം ഇവിടെയില്ല, പുറത്ത് പോയിരിക്കുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ രേവതി പറയുകയാണ്, ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല, എന്തായാലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ട് എൻ്റെ ഭർത്താവ് ഒന്ന് മാപ്പ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ക്ഷമിക്കാനുള്ള മനസ്സ് കാണിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മാഷിൻ്റെ ഭാര്യ പറയുകയാണ്, ക്ഷമിക്കാനും പൊറുക്കാനും ചിലപ്പോൾ അങ്ങേർക്ക് കഴിയുമായിരിക്കും, പക്ഷേ എന്നെക്കൊണ്ട് അതിന് പറ്റില്ല. അതുകൊണ്ടേ നിങ്ങൾ എനിക്ക് ഒരു ഉപകാരം മാത്രം ചെയ്തു തന്നാൽ മതി. അവിടെ താമസിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ഭർത്താവ് അവിടെ വരാൻ പാടില്ല. നിൻ്റെ ഭർത്താവിനെ കണ്ടു കഴിയുമ്പോഴുണ്ടല്ലോ എനിക്ക് എൻ്റെ ഭർത്താവിന് തല്ല് കിട്ടിയ കാര്യമാണ് ഓർമ്മ വരുന്നത്. അതെനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിൻ്റെ ഭർത്താവ് ആ വീട്ടിൽ വരാൻ പാടില്ല, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാഷിൻ്റെ ഭാര്യ കയറി പോവുകയാണ്. അങ്ങനെ രേവതി അവർക്ക് വാക്കും കൊടുക്കുകയാണ്, ഇനി അദ്ദേഹം നിങ്ങൾക്കൊരു വിഷമത്തിനായിട്ട് വരില്ല എന്ന് രേവതി വാക്കും കൊടുക്കുകയാണ്. അപ്പോൾ അവർ പോയതിന് ശേഷം നമ്മുടെ ലക്ഷ്മി പറയണേ, നീ എന്ത് വർത്തമാനാ മോളെ നീ അവരോട് പറഞ്ഞത്? നീ എന്തിനാ വാക്ക് കൊടുക്കാനൊക്കെ പോയത്? സച്ചിമോ നമ്മുടെ വീട്ടിലല്ലാതെ പിന്നെ വേറെ എവിടേക്കാണ് പോവേണ്ടത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവു പറയാണ്, അവരുടെ വർത്തമാനം കേട്ടപ്പോഴുണ്ടല്ലോ എനിക്ക് ചൊറിഞ്ഞു വന്നതാ, ഞാൻ പിന്നെ മിണ്ടാണ്ട് നിന്നേ ഉള്ളൂ. അങ്ങനെ സച്ചിയേട്ടന് നമ്മുടെ വീട്ടിൽ വരാൻ അയിത്തമാണെങ്കിൽ ആ വീട് മാറുന്നത് തന്നെയാണ് നല്ലത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതി പറയണ, അങ്ങനല്ല ദേവു, നീ പറയുന്ന കണക്കൊന്നും അല്ല കാര്യങ്ങൾ. അരവിന്ദ് മാഷും നമ്മുടെ അച്ഛനും തമ്മിലുള്ള സ്നേഹവും ആഴമൊക്കെ നിനക്കറിയാലോ. അപ്പോൾ അത്ര പെട്ടെന്ന് അവർ പിണക്കിയിട്ട് നമുക്ക് എങ്ങോട്ടും പോവണ്ട. പിന്നെ അങ്ങേരെ അവിടെ വരാതിരുന്ന തീരത്തൊക്കെ പ്രശ്നമല്ലേ ഉള്ളൂ, അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. അതിനെപ്പറ്റി ചിന്തിച്ച് നിങ്ങൾ ആരും തലപുണ്ണാക്കണ്ട എന്നിങ്ങനെ രേവതി പറയുകയാണ്. അതിനുശേഷം രേവതി പറയുകയാണ്, അമ്മേ ഞാനും വീട്ടിലോട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയണേ, എന്തിനാ മോളെ, മോക്ക് നേരെ അങ്ങ് പൊയ്ക്കൂടെ? ഒന്നത് നീ അവിടേക്ക് വരുന്നത് നിൻ്റെ അമ്മായിയമ്മയ്ക്കൊന്നും ഇഷ്ടമല്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ രേവതി പറയണേ, എൻ്റെ അമ്മായിയമ്മ ഇപ്പോൾ അവിടെ ഇല്ലമ്മേ. എൻ്റെ അമ്മായിയമ്മ രാവിലെ ആകുമ്പോൾ അമ്മായിയമ്മയുടെ ഫ്രണ്ടിന് സുഖമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ കൊണ്ടുപോകും, പിന്നെ വൈകിട്ടേ വരുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ രേവതിയും അമ്മയും ദേവും കൂടെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ
അമ്മ ലക്ഷ്മി പറയുകയാണ്, എനിക്ക് കുറച്ച് സ്ഥലങ്ങളിൽ നിന്ന് പൈസ പെൻഡിങ് ഉണ്ട് മോളെ, കുറച്ച് പൈസ കിട്ടാനുണ്ട്, ഞാൻ അതൊക്കെ വാങ്ങി അവിടെ അടുത്തുള്ളൊരു ലോഡ്ജിൻ്റെ പേര് പറയുകയാണ്, അവിടെ ഈ പൂവും കൂടി കൊടുത്തിട്ട് അവിടെ നിന്നും കുറച്ച് പൈസ കിട്ടാനുണ്ട്, അതും വാങ്ങിച്ചിട്ട് അമ്മ വരാമെന്ന് പറയുകയാണ്. അപ്പോൾ രേവതി പറയണേ, വേണ്ടമ്മേ, ഞാൻ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചല്ലോ, ഞാൻ പോകുന്ന വഴിക്ക് ഇതെല്ലാം കൊടുത്ത് പൈസ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയണേ, വേണ്ട മോളെ, അതൊന്നും ചെയ്യുന്നത് ശരിയല്ല, അവിടെയുള്ളവർക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതി പറയണേ, അങ്ങനൊന്നും ഇല്ല അമ്മേ, അമ്മയ്ക്ക് അതൊക്കെ വെറുതെ തോന്നുന്നതാണ്, പിന്നെ അവിടുത്തെ അമ്മയ്ക്കേ ഉള്ളൂ ഇത്തിരിയെങ്കിലും പ്രശ്നം, അവിടുത്തെ അമ്മയാണെങ്കിൽ അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് രേവതി ലോഡ്ജിൽ കൊടുക്കാനുള്ള പൂവൊക്കെ കൊണ്ടുപോവുകയാണ്, പൂമാലയൊക്കെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ ലോഡ്ജിൽ ചെല്ലുമ്പോഴത്തേക്ക് രേവതി പറയുകയാണ്, അപ്പോൾ ലോഡ്ജിൻ്റെ ഉടമ ചോദിക്കേണ്ട രേവതിയോട്, ആഹാ, ഇപ്പോൾ കുറേ നാളായല്ലോ രേവതിയെ കണ്ടിട്ട്, കല്യാണമൊന്നും നമ്മളടുത്ത് പറഞ്ഞില്ലല്ലോ, മോശമായിപ്പോയി കേട്ടോ, നമ്മളെ കൂടി അറിയിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറയണം. അപ്പോൾ രേവതി പറയണം, അത് ചേട്ടാ, അത് പെട്ടെന്ന് എന്നെ വളരെ പെട്ടെന്നായിരുന്നു എല്ലാം, അതുകൊണ്ട് പറയാനൊന്നും പറ്റിയില്ല എന്ന് പറയുകയാണ്. അങ്ങനെ കൊണ്ടുതന്ന പൂമാല രേവതി അഴിച്ചെടുത്തിട്ട് പൂമാല പാക്കറ്റിൽ നിന്ന് എടുത്തതിന് ശേഷം അവിടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്, ആ ഫോട്ടോയിൽ ഇങ്ങനെ മാല ഇട്ടിട്ടുണ്ട്, ആ മാല എടുത്ത് മാറ്റി പകരം രേവതി കൊണ്ടുവന്ന പൂമാല അതിലേക്ക് ചാർത്തുകയാണ്. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ രേവതി ബാലൻസ് പൈസ തരാനുള്ളതിനെ പറ്റിയും പറയുന്നുണ്ട്, കുടിശ്ശിക തീർത്ത് ബാലൻസ് പൈസ കുറച്ച് കിട്ടാനുണ്ടെന്ന് അമ്മ പറഞ്ഞു, അപ്പോൾ ആ പൈസയും കൂടി എൻ്റെ കയ്യിൽ തന്നേച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ, അതേ സമയത്ത് ചന്ദ്ര അവിടെ വരികയാണ്. ചന്ദ്ര അവിടെ വന്നിറങ്ങിയിട്ട് കയ്യിൽ ഭിക്ഷോപ്പറൊക്കെ ഉണ്ട് പുള്ളിക്കാരത്തി, അങ്ങനെ രേവതിയെ കാണുന്നില്ല. രേവതി റിസപ്ഷൻ്റെ അവിടെ തിരിഞ്ഞു നിന്നാണ് ഇങ്ങനെ മാല മാറുന്നത് ഫോട്ടോയിൽ. അപ്പോൾ ഈ ചന്ദ്രമതി രേവതിയെ കാണുന്നില്ല. ചന്ദ്രമതി ഒരു വശത്തൂടെ അങ്ങ് കയറി മുകളിലോട്ട് കോവണി കയറി മേലോട്ട് പോവുകയാണ്. പക്ഷേ രേവതി മാല എടുത്ത് മാറ്റിയിട്ട് തിരിയുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ ചന്ദ്രമതിയെ കാണുകയാണ്. അങ്ങനെ രേവതി അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മെല്ലെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി കോവണി കയറി മേലോട്ട് പോവുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ രേവതി കൂടെ വരികയാണ്. കൂടെ പതുങ്ങി രേവതിയും വരികയാണ്. അപ്പോൾ ചന്ദ്രമതി നേരെ എന്താ പറയുന്നത്, ലോഡ്ജിൽ നമ്മുടെ സുധീന്ദ്രൻ്റെ മുറിയിലേക്ക് എത്തിക്കഴിഞ്ഞു. രേവതി മെല്ലെ പോവുകയാണ്. അങ്ങനെ ജനലിൽ കൂടെ രേവതിക്ക് അമ്മയും മകനെയും കാണാം. അതേസമയം അമ്മയ്ക്കും മകനും രേവതിയെ കാണാൻ പറ്റുന്നില്ല. രേവതി ഇവരെ രണ്ടുപേരും കാണുമ്പോൾ രേവതിക്ക് ഷോക്കായി പോവുകയാണ്. രേവതി ഒരിക്കലും ചിന്തിക്കുന്നില്ലല്ലോ. അപ്പോൾ അമ്മയും മകനും സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത്, സുധീന്ദ്രനോട് അമ്മ പറയുകയാണ്, അമ്മ മോനെ ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ഭാമയ്ക്ക് വയ്യെന്നുള്ള പേരും പറഞ്ഞാണ് ഞാൻ എന്നും ഇവിടേക്ക് ഇറങ്ങുന്നത്. അത് രവിയേട്ടന് ഇതുവരെ ഒരു സംശയവും തോന്നിയിട്ടില്ല. പിന്നെ മോന് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, അമ്മ നമ്മുടെ വാടകക്കാരില്ലേ, അവരെ കയ്യിൽ നിന്ന് ഒരു 3-4 മാസത്തെ പൈസ അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്, അത് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ സുധീന്ദ്രൻ ചോദിക്കുകയാണ്, എത്ര രൂപയുണ്ടമ്മയെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ അത് ഒരു 50,000 രൂപയുണ്ടെന്ന് പറയുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് രേവതി ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ പൈസ എടുത്തിട്ട് കൊടുക്കുകയാണ്. അതങ്ങനെ സുധീന്ദ്രൻ സന്തോഷത്തോടു കൂടി വാങ്ങുകയാണ്. എന്നിട്ട് പറയുന്നത്, എൻ്റെ അമ്മ എനിക്ക് ചെയ്തു തരുന്ന ഉപകാരങ്ങളൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല അമ്മേ, ഈ ഭൂമിയിൽ അമ്മയോളം സ്നേഹം എന്നോട് ആർക്കും ഇല്ല എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ചന്ദ്രമതി പറയണം, മോനെ ഇതെന്തെങ്കിലും നമ്മുടെ അച്ഛൻ അറിയുകയാണെങ്കിൽ അത് ഓർക്കുമ്പോഴേ എനിക്ക് പേടിയുണ്ട്, പിന്നെ ആ ഡ്രൈവർ അറിഞ്ഞാലുള്ള കാര്യം പിന്നെ പറയുകയും വേണ്ട, പിന്നെ ഒരർത്ഥത്തിൽ ഈ വിവാഹം മുടങ്ങിയതുണ്ട്, മോൻ്റെ വിവാഹം മുടങ്ങി മോന് ഓടിപ്പോവാൻ തോന്നിയില്ലേ, അത് വളരെ നന്നായി മോനെ, എല്ലാം കൊണ്ടും അത് നന്നായി, അല്ലെങ്കിൽ ആ പൂക്കാരിയുടെ ഭർത്താവാവേണ്ടി വരില്ലായിരുന്നോ നീ. എനിക്കാണെങ്കിൽ ആ പൂക്കാരിയെ കാണുന്നതേ അലർജിയാണ്. ആൾ മോശക്കാരിയൊന്നും അല്ല. ഞാൻ ഭാമയെ കാണാൻ പോകുന്നെന്നും പറഞ്ഞ് ആണ് നിന്നെ കാണാൻ ഇവിടെ വരുന്നതെന്നുള്ള കാര്യമൊക്കെ നിനക്കറിയാമല്ലോ. അവൾ ഇന്നലെ അച്ഛനോട് പറഞ്ഞെന്താണെന്നറിയാമോ, ഭാമയെ വിളിച്ച് ചോദിച്ചിട്ട് ഭാമയ്ക്ക് സുഖമില്ല എന്നുള്ള ധാരണയിലാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭാമയെ ഇന്നലെ വിളിച്ച് ചോദിച്ചിട്ട് അച്ഛനോട് പറഞ്ഞിരിക്കുകയാണോ പലതും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ രേവതി. ഇതെല്ലാം കേട്ട് കലിപ്പായിട്ട് നിൽക്കുകയാണ്. അതായത് ഈ ഭാമയുടെ കേസെന്ന് പറഞ്ഞാൽ രേവതി ഒന്ന് ഫോൺ വിളിക്കുന്നുണ്ടല്ലോ, ഭാമയെ ഫോൺ വിളിച്ചിട്ട് അവിടെ എത്തിയില്ല എന്നുള്ളത് പറയുന്നുണ്ടല്ലോ, ചന്ദ്രമതി അവിടെ എത്താൻ താമസിച്ചതിന് ശേഷം. അപ്പോൾ ആ സംഭവമാണ് ഇപ്പോൾ സുധിയോട് പറയുന്നത് നമ്മുടെ ചന്ദ്രമതി. അങ്ങനെ ഇതെല്ലാം കേട്ടതിന് ശേഷം രേവതി പോവുകയാണ്. അതേ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ പത്രം വായിക്കാനായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് അവിടേക്ക് അശോകൻ വരികയാണ്. അപ്പോൾ അശോകനെ കാണുമ്പോൾ ചോദിക്കാൻ, എന്താ അശോകൻ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ പറയുകയാണ്, ഭാര്യ ബിന്ദുവിന് സുഖമില്ല, അവൾക്ക് പണ്ടേ നെഞ്ചുവേനുള്ള കാര്യം അറിയാമല്ലോ, എത്ര വന്നാലും ആശുപത്രി പോകാൻ വിളിച്ചാൽ വരില്ല, കടിച്ചമർത്തി നടക്കും. ഇപ്പോൾ ഇന്നലെ ആയപ്പോൾ അവൾക്ക് തന്നെ വേദന സഹിക്കാൻ പറ്റാഞ്ഞിട്ട് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകണമെന്ന്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് ചെക്കപ്പുകളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സർജറി എത്രയും പെട്ടെന്ന് വേണമെന്നാണ് പറയുന്നത്. അത് കൂടാതെ ഒന്നിനും പറ്റില്ല. അപ്പോൾ കുറച്ച് സഹായം ചോദിക്കാനായിട്ട്
വന്നതാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ്, ഇപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്, എൻ്റെ അവസ്ഥകളൊക്കെ നിനക്കറിയാമല്ലോ, പെൻഷനൊന്നും ഇപ്പം റെഡി ആയിട്ടില്ല, പിന്നെ അന്ന് കിട്ടിയ പൈസ സുധീന്ദ്രൻ കൊണ്ട് പോവുകയും ചെയ്തു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രേവതി വരികയാണ്. അപ്പോൾ രേവതി ഹായ് അങ്കിൾ എപ്പോഴും വന്നു എന്നൊക്കെ ചോദിച്ചിട്ട് രേവതി ചായ എടുക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ രേവതി ചായയൊക്കെ കൊണ്ടുവരികയാണ്. അങ്ങനെ രണ്ടാൾക്കും കൊടുത്തു. അങ്ങനെ രണ്ടുപേരും ചായ കുടിച്ചു. അതിനുശേഷം നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ്, ഞാൻ നമ്മുടെ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വാടകക്കാരനോട് പോയിട്ട് 2-3 മാസത്തെ വാടക പൈസ കൂടുതൽ തരാൻ പറ്റുമെന്നൊന്ന് ചോദിച്ചിട്ട് വരട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ ചെന്നിട്ട് വാടകക്കാരനോട് കാണുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, വാടക പൈസയ്ക്കൊപ്പം 2-3 മാസത്തെ വാടകയും കൂടി എക്സ്ട്രാ തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, അത് ചേട്ടാ അതല്ല, ഇന്നലെ ചേച്ചി വന്നിട്ട് അത് പറഞ്ഞ് 50,000 രൂപ വാങ്ങിക്കൊണ്ട് പോയി എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രവീന്ദ്രൻ അന്തം വിട്ട് പോവുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ്, സാധാരണ ചന്ദ്ര പറയുന്നതാണ്, ചന്ദ്ര ചിലപ്പം വിട്ടുപോയിട്ടുണ്ടാവും എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം രവീന്ദ്രൻ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അപ്പോഴേക്കും അശോകനാണെങ്കിൽ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അശോകനോട് പറയണം, അശോക നീ ഒട്ടും വിഷമിക്കേണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും പൈസ റെഡിയാക്കാം, പക്ഷേ അവിടെ ചെന്നപ്പോൾ ആ കാര്യം നടക്കില്ല എന്ന് മാത്രം പറയുകയാണ്. അങ്ങനെ അശോകന് വിഷമമാവുകയാണ്. അശോകൻ പറയാണ്, നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ തരും എന്ന് എനിക്കറിയാം, ഞാൻ വേറെ 2-3 പേരോടൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അശോകനോട് പറയാണ്, നീ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അശോകൻ അങ്ങ് പോവുകയാണ്. പോയി കഴിയുമ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയുകയാണ്, അപ്പോൾ നമ്മുടെ രേവതിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ രേവതിയും രവീന്ദ്രനും കൂടി തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ രേവതിയോട് പറയുകയാണ്, ഞാൻ വാടകക്കാരനോട് ചെന്ന് പൈസ ചോദിക്കാനായിട്ട് ചെന്നപ്പോൾ അയാൾ പറഞ്ഞത് ചന്ദ്ര ഭാമയ്ക്ക് വേണ്ടിയിട്ടാവണം, ചന്ദ്ര പൈസ 50,000 രൂപ 2-3 മാസത്തേത് ഒരുമിച്ച് മേടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോഴത്തേക്ക് അത് കേൾക്കുമ്പോഴത്തേക്ക് രേവതി പറയുകയാണ്, അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അത് ഭാമാൻ്റിക്കോ മറ്റാർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടല്ല അച്ഛാ വാങ്ങിച്ചിട്ടുള്ളത്, അമ്മ വാങ്ങിച്ചത് അച്ഛൻ്റെ മൂത്ത മോന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ രവീന്ദ്രൻ ഞെട്ടിപ്പോവുകയാണ്. മോൾ എന്താ ഈ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പറയണം, അതേ അച്ഛാ, അച്ഛൻ്റെ മൂത്ത മകന് തന്നെയാണ് കൊടുത്തത്. എന്നിട്ട് രേവതി ആ ലോഡ്ജിൽ വച്ച് കണ്ട കാര്യങ്ങളും കേട്ട കാര്യങ്ങളും മുഴുവനും പറയുകയാണ് നമ്മുടെ രവീന്ദ്രനോട്. അത് കേൾക്കുമ്പോൾ രവീന്ദ്രൻ ഞെട്ടിപ്പോവുകയാണ്. പിന്നീട് രവീന്ദ്രൻ വച്ച് പിടിപ്പിക്കുകയാണ്, നേരെ ലോഡ്ജിലേക്ക് പോവുകയാണ്. അങ്ങനെ ലോഡ്ജിലേക്ക് പോകുന്ന സമയത്ത് ലോഡ്ജിനുള്ളിലാണെങ്കിൽ നമ്മുടെ ചന്ദ്രമതി മകനെ ഊട്ടിക്കുകയാണ്, ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ കതക് തുറന്നങ്ങ് കയറുകയാണ്. രവീന്ദ്രനെ കാണുമ്പോൾ തന്നെ സുധീന്ദ്രൻ പേടിച്ച് ഞെട്ടിപ്പോവുകയാണ്, ചന്ദ്രമതിയും ഞെട്ടിപ്പോവുകയാണ്. രവീന്ദ്രൻ നേരെ അകത്ത് കയറി വാതിൽ കുറ്റിയിട്ടതിന് ശേഷം അടുത്തേക്ക് വരികയാണ്, നമ്മുടെ സുധിയുടെ അടുത്തേക്ക് വരികയാണ്. പെട്ടെന്ന് സുധി ഭക്ഷണമൊക്കെ അവിടെ വെച്ചിട്ട് സുധിയും ചന്ദ്രയും എഴുന്നേൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് സുധി പറയണം, അച്ഛാ എന്ന് വിളിക്കുമ്പോൾ തന്നെ അച്ഛാന്ന് വിളിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ നമ്മുടെ സുധീന്ദ്രനെ അടിച്ച് വീഴ്ത്തുകയാണ് നമ്മുടെ രവീന്ദ്രൻ. അതിനുശേഷം പറയണം, എടാ നീ എൻ്റെ മുഖത്ത് നോക്കി അച്ഛാന്ന് നീ എന്നെ വിളിച്ചു പോകരുത് എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയണം, രവിയേട്ടാ എന്ന് വിളിക്കുമ്പോഴത്തേന് ചന്ദ്രമതിയെ ഇങ്ങനെ വിരൽ ചൂണ്ടിയിട്ട് നമ്മുടെ രവീന്ദ്രൻ പറയണം, നീ ശബ്ദിച്ചു പോകരുത്, നീ നിൽക്കേണ്ടടുത്ത് നീ നിന്നോളണം, നിൻ്റെ സ്ഥാനം എന്താണെന്ന് നിനക്ക് മനസ്സിലായോടി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതിനുശേഷം രവീന്ദ്രൻ ചന്ദ്രമതിക്ക് നേരെ പിന്നെ അടിക്കാനായിട്ട് കൈ ഓങ്ങിയിട്ട് പറയണം, ഇനി ഒരക്ഷരം മിണ്ടിപ്പോയാൽ നിന്നെ അടിച്ച് വീഴ്ത്തി, ഞാൻ മിണ്ടാതെ അവിടെ നിൽക്കണം എന്നിങ്ങനെ പറയുകയാണ്, നീ നിൽക്കേണ്ടടുത്ത് നിൽക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതി ഇത് കണ്ടിട്ട് രവീന്ദ്രൻ്റെ പ്രതീക്ഷിക്കാതെ അതുവരെയും കാണാത്തൊരു മുഖം കാണുമ്പോൾ നമ്മുടെ ചന്ദ്രമതി പേടിച്ചരണ്ട് ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ പുലിയെ കണ്ട മാൻപേടയെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.